നമസ്കാരം. അടിക്കടിയുണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ കേരളത്തെ സാരമായി തന്നെ ബാധിച്ച് കടന്നു പോകാറുണ്ട് പല ഭാഗങ്ങളിലും. തുടർച്ചയായി 3 ചുഴലിക്കാറ്റുകളാണ് ഈ ഇടയ്ക്ക് ഉണ്ടായത്. മോന്തയും സെനിയാറും ഇപ്പോഴത്തെ ടിറ്റ്വായും. മറ്റു 2 ചുഴലിക്കാറ്റുകൾ കാരണം പല ഭാഗത്തും കനത്ത മഴ തന്നെ പെയ്തു. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ടിറ്റ്വയുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ മരണസംഖ്യ ഉയരുകയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ടിറ്റ്വ ചുഴലിക്കാറ്റ്. 50 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. 25-ലധികം പേരെ കാണാതായിട്ടുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറായി ശക്തമായ മഴയാണ് ശ്രീലങ്കയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. എല്ലാ പാസഞ്ചർ ട്രെയിൻ സർവീസുകളും നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ പൊതു അവധി നൽകി കഴിഞ്ഞു. വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും തിരിച്ചുവിട്ടിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. തമിഴ്നാട്ടിൽ 7 ജില്ലകളിൽ NDRF, SDRF സംഘങ്ങളെ വിന്യസിച്ചു കഴിഞ്ഞു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് നവംബർ 30ഓടെ ടിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരങ്ങളിലെത്തും. വരും ദിവസങ്ങളിൽ കനത്ത മഴ തന്നെ ലഭിക്കും. ഡിസംബർ വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. തമിഴ്നാട്, കേരളം തീരദേശ, ആന്ധ്രാപ്രദേശ്, കർണാടക, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ടിറ്റ്വ ചുഴലിക്കാറ്റ് തീരത്തേക്ക് അടുക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ ദിശ വടക്കുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നീങ്ങുന്നതെങ്കിൽ അത് കേരളത്തെയും നേരിട്ട് ബാധിക്കുമായിരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാജ്യത്തെ കണ്ണീരിലാഴ്ത്തി കനത്ത നാശം വിതയ്ക്കുന്ന ടിറ്റ്വ ചുഴലിക്കാറ്റിനെ നേരിടാൻ ഇന്ത്യയുടെ സഹായം തേടി ശ്രീലങ്കയും. രക്ഷാദൌത്യത്തിനായി ഇന്ത്യൻ യുദ്ധക്കപ്പൽ INS വിക്രാന്തിന്റെ അടക്കം സഹായം ലങ്കൻ സർക്കാർ തേടിയിട്ടുണ്ട്. ടിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ റെക്കോർഡ് മഴയാണ് അനുഭവപ്പെടുന്നത്. എല്ലാ നദികളിലും ജലനിരപ്പ് ഉയർന്നതോടെ മഹാദുരന്തത്തെയാണ് രാജ്യം മുന്നിൽ കാണുന്നത്. ദുർബലമായ അവസ്ഥയിലും സെനിയാർ ചുഴലിക്കാറ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കാരണമാകും. തുടർച്ചയായി 2ാമത്തെ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ തീരദേശ സംസ്ഥാനങ്ങളിലെ അധികൃതർ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ശ്രീലങ്കയിലെ പൊട്ടുവിലിന് കിഴക്കായും ബട്ടിക്കോവലോവയ്ക്ക് ഏകദേശം 90 കിലോമീറ്റർ തെക്ക് കിഴക്കായും ഹമ്പൻടോട്ടയ്ക്ക് 120 കിലോമീറ്റർ വടക്കു കിഴക്കായാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. ചുഴലിക്കാറ്റ് കര തൊടുന്ന സമയത്ത് മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് വൈദ്യുതി ബന്ധങ്ങളെയും ഗതാഗത സംവിധാനങ്ങളെയും തമിഴ്നാട്ടിലും കൂടുതലായി ബാധിച്ചേക്കാം. എന്തായാലും ചുഴലിക്കാറ്റ് കടന്നുപോകുന്ന തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, നാഗപട്ടണം, തഞ്ചാവൂർ എന്നീ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തമിഴ്നാട് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായി കേരളത്തിലും ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.